രാഷ്ട്രീയ വാർത്തകൾ നൽകുന്ന ഓൺലൈൻ മാധ്യമമായ ടൈംസ് ഓൾ ജിബ്രയുടെ 2024 മികച്ച വ്യക്തിക്കുള്ള അവാർഡ് സ്വന്തമാക്കി നമ്മുടെ എല്ലാം പ്രധാനമന്ത്രി മോദി ഇപ്പോൾ രംഗത്ത് വരികയാണ്. 2024 മികച്ച വില്ലൻ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ ചുമതലക്കാരനായ മുഹമ്മദ് യൂനുസ് ആണെന്നുള്ളതും ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുന്ന ഒരു നീചനായ നേതാവായാണ് നമ്മുടെ ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനുസ് ഇപ്പോൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അവിടെ ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ഹിന്ദുക്കൾ വധിക്കപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ അക്രമം സഹിക്കവയ്യാതെ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഹിന്ദുക്കളെ വരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയാണവർ. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ ഇസ്കോൺ ക്ഷേത്രങ്ങളും ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്കോൺ മുൻ പ്രവർത്തകനും അവിടുത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്തിരുന്ന സ്വാമി ചിന്മോയ് കൃഷ്ണദാസിനെ ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം ഉണ്ടായത് വെറും വ്യാജ വാർത്തയാണെന്നാണ് ഇപ്പോഴത്തെ നേതാവായ മുഹമ്മദ് യൂനുസ് പറയുന്നത്. ഇന്ത്യയിൽ അഭയം തേടിയ മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ട് ഇടയ്ക്കിടെ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദവും ബംഗ്ലാദേശ് ചെലുത്തുന്നുണ്ടായിരുന്നു. അതുപോലെ ബംഗ്ലാദേശിൽ കലാപം നടത്തിയ ജമാഅത്തെ പ്രവർത്തകരായ കോളേജ് വിദ്യാർത്ഥികൾക്ക് സ്വീകരണം നൽകാൻ അമേരിക്കയിൽ വിളിച്ചുകൂട്ടിയ ചടങ്ങിൽ ജമാഅത്തെ നേതാക്കൾക്കൊപ്പം പങ്കെടുത്ത നേതാവ് കൂടിയാണ് ഈ പറയുന്ന മുഹമ്മദ് യൂനുസ്. ബിൽ ക്ലിന്റണിന് കൂടി പങ്കുള്ള ഒരു NGO സംഘടന നൽകിയ സ്വീകരണത്തിൽ മുഹമ്മദ് യൂനുസ് പറഞ്ഞത് ബംഗ്ലാദേശിലെ അക്രമം ആസൂത്രിതമായ അക്രമം ആയിരുന്നുവെന്നാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗത്തെ തെരുവുകളിൽ ഇറക്കി അക്രമ സമരം നടത്തിയത് ആസൂത്രിതമായ അല്ലെങ്കിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്ന ഒരു കലാപം തന്നെയായിരുന്നു എന്നാണ് ഇപ്പോൾ മുഹമ്മദ് യൂനുസ് പറയുന്നത്. 2024 ഏറ്റവും മികച്ച പരിപാടി അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന പ്രാണപ്രതിഷ്ഠയാണെന്നും റിപ്പോർട്ടിലുണ്ട്. രാമജന്മഭൂമി സമരത്തിൽ പങ്കെടുത്തവരും ഇന്ത്യയിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ട VIP കളും ഉൾപ്പെടെ 7000 പേരാണ് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ സംബന്ധിച്ചത്. അമിതാഭ് ബച്ചൻ, മുകേഷ് അംബാനി, സച്ചിൻ ടെണ്ടുൽക്കർ, ഗൗതം അദാനി എന്നിവരുൾപ്പെടെ 506 VIP കളും പങ്കെടുത്തിരുന്നു. 2024 ജനുവരി 22-നായിരുന്നു പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത്. ബാല്യകാലത്തെ ശ്രീരാമനെയാണ് അവിടുത്തെ വിഗ്രഹമാക്കി വെച്ചിരിക്കുന്നത്. അരുൺ യോഗിരാജ് എന്ന ശില്പിയാണ് രാമനെ കൊത്തി നിർമ്മിച്ചത്. പ്രാണപ്രതിഷ്ഠാ ദിനത്തിലാണ് ശ്രീകോവിലിലെ രാമവിഗ്രഹത്തെ ലോകം ദർശിക്കുന്നത്. അതീവ വൈകാരികമായ നിമിഷമായിരുന്നു ഇതെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഇന്ത്യയിലെ കോടിയിലധികം വരുന്ന ജനങ്ങളാണ് ചാനലിലൂടെ സംരക്ഷണം ചെയ്ത ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത്. രാമക്ഷേത്രത്തിലെ ട്രസ്റ്റ് തന്നെയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നിർവഹിക്കാൻ മോദിയെ ക്ഷണിച്ചതും. സ്പോർട്ടിലെ മികച്ച താരമായി തെരഞ്ഞെടുത്തിരുന്നത് ലോക ചെസ് കിരീടം സ്വന്തമാക്കിയ ഡി ഗുഗേഷ് ആണ്. മികച്ച സിനിമയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് പുഷ്പ 2. പ്രഭാസ് ആണ് മികച്ച നടൻ. ആർട്ടിക്കിൾ 370 എന്ന സിനിമയിലെ നായിക യാമി ഗൗതമാണ് മികച്ച നടി. മികച്ച ബിസിനസ്സുകാരനായി ടെസ്ലയുടെ ഉടമസ്ഥനായ നമ്മുടെ സ്വന്തം എലോൺ മസ്കിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. റിപ്പോർട്ടിലെ കാര്യങ്ങളെല്ലാം എത്രത്തോളം വ്യക്തമാണെന്നുള്ളത് റിപ്പോർട്ട് പരിശോധിക്കുന്നവർക്ക് മനസ്സിലാവും. എന്തൊക്കെയാണെങ്കിലും ഈ റിപ്പോർട്ടിന്റെ ഒരു സത്യവശം എന്താണെന്നുള്ളത് ഇനിയും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരുന്നത് അത്യാവശ്യമാണ്.